ഇത് വിശുദ്ധ ബൈബിൾ, ഹോളി ബൈബിൾ, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 12-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. യേശു ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് എൻ്റെ ആലയമാണ്, ഇത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് യേശു അവരോട് പറഞ്ഞു. സഞ്ജയ് സ്പീക്കിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നിലയ്ക്കൽ ഭദ്രാസന അധിപൻ, ഓർത്തഡോക്സ് ഭദ്രാസന അധിപനാണ് ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓർത്തഡോക്സ് സഭയിലെ ഒരു വികാരി എന്നാണ് ഞാൻ പറഞ്ഞത്, അച്ഛനെന്ന് പറയാൻ എൻ്റെ നാവ് അനുവദിക്കുന്നില്ല. ആ വികാരമുള്ള ആളാണല്ലോ, അതുകൊണ്ടാണല്ലോ വികാരിയായത്. ആ വികാരി പറയുകയാണ്, എടാ ഡാഷ് മോനെ, ഒരു പള്ളിയിലച്ഛന് പറയാൻ പറ്റിയ വാക്കാ അല്ലേ? കേരളത്തിലെ പൊതുസമൂഹം ഈ വാക്കുകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പ്രമുഖ ചാനലുകളിലൂടെയും കേട്ട് കഴിഞ്ഞു. ഈ ഡാഷ് എന്താണെന്ന് ഇത്ര തൻ്റെ ഇടമുള്ള ഈ വാഴക്കുന്ന അച്ഛൻ എന്താണ് പറയാഞ്ഞത് എന്ന് എനിക്കറിയില്ല. കാരണം അച്ഛന് ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളാണ്, നല്ല അറിവുണ്ട്. അതുകൊണ്ടാണല്ലോ, ഏതിലാ ഡോക്ടറേറ്റ് എന്ന് എനിക്കറിയില്ല, ഏത് തിസീസിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തെന്ന് അറിയില്ല. അപ്പോൾ ഈ ഡാഷ് ഫില്ല് ചെയ്യാൻ ഉള്ള ബാധ്യത നമ്മുടെ വാഴക്കുന്നത്ത് അച്ഛനുണ്ട്. അപ്പോൾ ഞങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം ഇത് ഫില്ല് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ വാഴക്കുന്നത്തെ വികാരിയോട് തിരിച്ച് ഒരു ചോദ്യം അറിയുകയാണ്, ഓപ്ഷൻ തരാം. ഈ ഡാഷിൻ്റെ അവിടെ പൂ ചേർത്താൻ പറ്റുമോ? അതോ കാ ചേർക്കണോ? അതോ മാ ചേർക്കണോ? അതോ ഇനിയിപ്പോൾ താ ചേർക്കണോ? മലയാളത്തിൽ ഏത് അക്ഷരം ചേർത്താലാണ് എൻ്റെ വാഴക്കുന്നത്ത് അച്ഛ, എൻ്റെ വികാരി, എൻ്റെ ഡോക്ടറേറ്റുള്ള മാന്യ ഇതൊന്ന് പൂർത്തീകരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് ഒന്ന് മനസ്സിലാക്കി തരാമോ? ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ തറവാടികളുടെയും കുലീനതയുടെയും വിശ്വാസികളുടെയും അമിത വിശ്വാസികളുടെയും ദൈവിക ചിന്ത കൊണ്ട് പരിപൂർണമായവരുടെയും ഒക്കെ ഒരു സഫലീകരിക്കപ്പെട്ട ഒരു സഭയാണ്, ദൈവ തേജസ്സുള്ളൊരു സഭയാണ്. ആ സഭയിൽ ദൈവശാസ്ത്രം പഠിച്ച് ഓരോ പ്രദേശത്തും പള്ളികൾ സ്ഥാപിച്ച് ആ പ്രദേശത്തുള്ള സഭാജനങ്ങളെ നല്ല ചിന്തയിലേക്ക്, നല്ല മാതൃകാപരമായി പൗരന്മാരാക്കി മാറ്റുക, സാമൂഹ്യ ചിന്തകളും സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത ഉണ്ടാക്കിയെടുക്കുക, ദൈവിക സ്നേഹം, ക്രിസ്ത്യാനിറ്റി, ഓരോ മനുഷ്യരെയും ക്രിസ്തുവിനോട് അടുപ്പിക്കുക എന്ന ദൗത്യവുമായി ദൈവശാസ്ത്രത്തിൽ ബിരുദമെടുത്ത് കുർബാന അർപ്പിച്ച് പള്ളിയുടെ മധുവായിൽ പരിശുദ്ധമായ സ്ഥലത്ത് കുർബാന പോലെയുള്ള കൂദാശകൾ നടത്തി സഭാജനങ്ങൾക്ക് മാതൃകയാകേണ്ട അച്ഛന്മാരിൽ നിന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ഇത്തരം മ്ലേച്ഛമായ വാക്കുകൾ കേൾക്കുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ അവർ പൊതുസമൂഹത്തിൽ ബന്ധപ്പെടുമ്പോൾ, പൊതുസമൂഹവുമായി ചേർന്ന് ജീവിക്കുമ്പോൾ ഇത്തരം അച്ഛന്മാരുടെ ഇത്തരം ജൽപ്പനങ്ങൾക്ക്, മോശപ്പെട്ട പദപ്രയോഗങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഇത്തരം സഭാവിശ്വാസികളാണ്. അച്ഛന്മാർ പൊതുസമൂഹത്തിൽ അച്ഛന്മാരോട് ആരും ഈ ലോഹ ധരിച്ചതിൻ്റെ പേരിൽ ഒരു ചോദ്യം ചെയ്യലൊന്നും ഉണ്ടാവില്ല. പക്ഷെ സാധാരണക്കാരായ വിശ്വാസികളാണ് പൊതുമധ്യത്തിൽ തുണി ഉരിഞ്ഞു നിൽക്കുന്നത് എന്ന് ഈ വാഴക്കുന്നത്ത് അച്ഛന് ബോധ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ചർച്ചയിൽ, ശ്രീ വിനു വിനോണുമായുള്ള ചർച്ചയിൽ ഷൈജു കുര്യൻ എന്ന അച്ഛൻ BJP-യിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തിയപ്പോൾ
ഒരു സ്ത്രീ ശബ്ദത്തിൻ്റെ പേരിൽ ഷൈജു കുര്യനച്ഛനെ മോശമാക്കാൻ ശ്രമിച്ച അതിൻ്റെ പേരിൽ പോലീസ് ഉന്നത അധികാരികൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വാഴക്കുന്ന് അച്ഛൻ പരാതി കൊടുത്തു. അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നു വിനു വി ജോൺ, അച്ഛനത് നേരിട്ട് അറിയാവുന്ന കാര്യമാണോ? അച്ഛൻ പറഞ്ഞു അല്ല, പിന്നെ ജസ്റ്റ് ഹിയർസേ ആണ്, കേട്ട കാര്യമാണ്. ഒരു ശബ്ദം, ഒരു സ്ത്രീ ശബ്ദം വെച്ചുകൊണ്ട് തൻ്റെ സഭയിൽ ഇതാ ഷൈജു കുര്യൻ അച്ഛൻ മോശക്കാരനാണ്, ഈ സ്ത്രീ ശബ്ദത്തിൻ്റെ യാഥാർത്ഥ്യം പോലീസ് കണ്ടുപിടിക്കണം, അങ്ങനെ ഈ അച്ഛനെ സമൂഹത്തിൽ സഭയിൽ മോശക്കാരനാക്കാൻ വേണ്ടി ശ്രമിച്ചത്, ആ ശ്രമം ആ ചാനൽ വെച്ച് തന്നെ വിനു വി ജോൺ പൊളിച്ചെടുക്കുന്നതും ദർശിച്ച ഒരാളാണ് ഞാൻ. എന്താണ് അതിന് അടിസ്ഥാന കാരണം? ഈ നമ്മുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ആയുള്ള തെരഞ്ഞെടുപ്പിൽ ഈ മാത്യൂസ് വാഴക്കുന്ന അച്ഛനെ നല്ല ഭൂരിപക്ഷത്തിൽ ഷൈജു കുര്യനച്ഛൻ പരാജയപ്പെടുത്തി. അപ്പോഴാണ് ആ ദേഷ്യം മനസ്സിലുണ്ടാവാം. പിന്നീട് ഷൈജു കുര്യനച്ഛൻ BJP-യിൽ അംഗത്വം എടുക്കുന്നു, പോരെ പൂരം. അപ്പോ ആത്മീയരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വികാരിമാർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അവർക്ക് മൗലിക അവകാശമുണ്ട്, പൗര അവകാശമുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുവാൻ. അപ്പോൾ മാത്യൂസ് വാഴക്കുന്ന് അച്ഛനെ ഈ ഇടതുപക്ഷത്തിൽ വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഷൈജു കുര്യനച്ഛന് BJP-യിൽ വിശ്വസിച്ചുകൂടാ? ഈ രണ്ടച്ഛന്മാർക്കും ഈ രാജ്യത്ത് ഈ ഭരണഘടന നൽകുന്ന ഒരേ അവകാശമാണ്. ഈ അച്ഛൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാമെങ്കിൽ തീർച്ചയായും നോ ഡൗട്ട് ടു സേ ദാറ്റ് ഷൈജു കുര്യനച്ഛൻ BJP-യിൽ അംഗത്വം എടുക്കാം. പക്ഷേ പൊതുസമൂഹത്തിലേക്ക് വിഴുപ്പ് അലക്കിക്കൊണ്ട് സഭാവിശ്വാസികളെ പൊതുസമൂഹത്തിൽ മോശക്കാരാക്കിക്കൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിക്കുന്ന ഇത്തരം ആത്മീയ പ്രവർത്തകരെ സമൂഹം എന്നും ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. വാഴക്കുന്ന് അച്ഛൻ തൻ്റെ സ്ഥാനം പോയാലും തന്നെ വിലക്കിയാലും തനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുകയാണ്. കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ അടുത്ത ഇലക്ഷനിൽ വല്ലപ്പോൾ സീറ്റ് കിട്ടാം. അപ്പോ ഒരു കാര്യം ഞാൻ പറയാം, സഭയുടെ തിരുവസ്ത്രം ഇടുമ്പോൾ മാത്രമേ വിലയുള്ളൂ. സഭയുടെ തിരുവസ്ത്രം ഇടാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു വില പൊതുസമൂഹം, രാഷ്ട്രീയ സമൂഹം, ഒരു രാഷ്ട്രീയ പാർട്ടി കൽപ്പിക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഈ തിരുവസ്ത്രത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ഈ തിരുവസ്ത്രത്തോട് പൊതുസമൂഹം കാണിക്കുന്ന ഒരു ബഹുമാനമുണ്ടല്ലോ, ആ ബഹുമാനം തിരുവസ്ത്രം പോയാൽ ലഭിക്കില്ല. ഷൈജു കുര്യനച്ഛൻ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നുണ്ട് പോലും. അത് അവിടെയുള്ള പല സഭാവിശ്വാസികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് അച്ഛൻ്റെ റൈറ്റാണ്. ഇന്നത്തെ കാലത്ത് പഴയ കാലത്തെ അച്ഛന്മാരുമായി നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. ഇന്നത്തെ അച്ഛന്മാരെ പഴയ കാലത്ത് ദൈവവിളി കേട്ട് ആത്മീയമായിട്ടുള്ള സന്ദർഭത്തിന് ചുറ്റുപാടിലും കുടുംബാന്തരീക്ഷത്തിലും വളർന്ന ആൾക്കാരാണ് അച്ഛന്മാരായി വരിക. അവർക്കതൊരു ഓൾറെഡി വർക്കാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അച്ഛന്മാരെന്ന് പറയുന്നത് ഭൂരിപക്ഷവും പ്രൊഫഷണലായിട്ട് ഇതൊരു ജോലിയായി തിരഞ്ഞെടുത്തവരാണ്. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് തന്നെ ആത്മീയമായ ചൈതന്യങ്ങളും ആത്മീയ രീതികളും ഇവരിൽ കുറവായിരിക്കും. അത് സാമൂഹ്യമായ ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മൾ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഷൈജു കുര്യനച്ഛനെതിരായി ഒരു സ്ത്രീ ശബ്ദവുമായി ഇറങ്ങിയ പ്രിയപ്പെട്ട വാഴക്കുന്ന് തച്ചയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. വാഴക്കുന്ന് തച്ച കേരളത്തിൽ പല ക്രിസ്തീയ സഭകളിലും പല പള്ളിയിലച്ചന്മാരും ഈ ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെ ഇതിനു മുമ്പ് പല സ്ത്രീപീഡന കേസുകളിലും പ്രതിയായിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സഭയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത ധാർമ്മിക രോക്ഷം താങ്കൾ ഈ ഷൈജു കുര്യനച്ഛൻ്റെ മേൽ ഇപ്പോൾ പെട്ടെന്ന് ഇറങ്ങി വന്നൊരു സാമൂഹിക ബോധം, സാമൂഹികമായിട്ടുള്ള ധാർമ്മിക രോക്ഷം പ്രകടിപ്പിക്കുമ്പോൾ താങ്കളുടെ ധാർമ്മിക രോക്ഷം സെലക്റ്റീവ് അല്ലേ എന്ന് ചോദിച്ചാൽ താങ്കൾക്ക് അതിന് ഉത്തരവുണ്ടാവില്ല. പക്ഷേ പൊതുസമൂഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്.
മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അപകടകരമായ അവസ്ഥ ഉണ്ടാക്കുമെന്ന് കാൾ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ ചാനലിൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു വ്യക്തിക്ക് ഞാൻ ഇന്ത്യ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നോ പറയാൻ മറ്റൊരു പൗരന് അവകാശമില്ല. മാത്യൂസ് വാഴക്കുന്നും അച്ഛൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അച്ഛനത് തുടരാം. അപ്പോൾ ഫാദർ ഷൈജു കുര്യന് BJP അംഗത്വം എടുത്തുകൂടാ എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ഈ അച്ഛനൊക്കെ ഈ അസഭ്യമായ വാക്കതും ഒരു തിരുമേനിയോട്, ഒരു മെത്രാപ്പോലിത്തയോട് ഇത്ര മ്ലേച്ഛമായ ഭാഷ പറയുന്നതിനെ ശക്തമായി അപലപിക്കുകയാണ്. ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്ത്യ സഭകൾക്ക് ഇത്തരം അച്ഛന്മാർ അപമാനമാണ്. നിങ്ങൾ എങ്ങനെയാണ് കുർബാന അർപ്പിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിൽ പോയി കുംഭസാരം നടത്തുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഹോളി ബൈബിൾ കയ്യിലെടുക്കുന്നത്? നിങ്ങൾക്ക് എന്ത് പരിശുദ്ധിയുണ്ട്? നിങ്ങൾക്ക് എന്തോ ആത്മീയതയുണ്ട്? നിങ്ങൾ ഈ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ചന്തയിൽ പോലും പറയാത്ത, ഇപ്പൊ ചന്തയിലൊക്കെ നല്ല ഡീസന്റ് ഭാഷകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ പഴയ ചന്തയല്ല ഇപ്പോഴത്തെ ചന്ത. അവിടെയൊക്കെ ഉള്ളവർ മാന്യമായി സംസാരിക്കും. അപ്പൊ പഴയ കാലത്തെ ചന്തയിൽ പോലും ഇല്ലാത്ത വഷളത്തരങ്ങളും മോശപ്പെട്ട വാക്കുകളും പറഞ്ഞ് പൊതുസമൂഹത്തിൽ ക്രിസ്ത്യാനിറ്റി അവഹേളിക്കുന്ന നിങ്ങളെയൊക്കെ പുറത്താക്കേണ്ട സമയം എന്നെ അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്ത്യാനിറ്റിക്ക് അപമാനമാണ്. നിങ്ങളെപ്പോലെയുള്ളവർ ഒരു വിലക്കുകയല്ല വേണ്ടത്, നിങ്ങളെ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. കാരണം നിങ്ങൾ ഏത് പക്ഷം പിടിച്ചാലും, നിങ്ങൾ ഇടതുപക്ഷമായിക്കോ, ഒരു പ്രശ്നവും എന്നെ സംബന്ധിച്ചുള്ള ഇല്ല. മറ്റേയാൾ BJP ആയി, ഒരു പ്രശ്നവുമില്ല, അത് അവരുടെ റൈറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഷൈജു കുര്യൻ അച്ഛൻ പറയുന്നു, ഞാൻ BJP അംഗത്വം എടുത്തപ്പോൾ എൻ്റെ സഭാ നേതൃത്വം നോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ രാജിവെക്കും. ഷൈജു കുര്യൻ അച്ഛൻ തെറ്റ് ചെയ്തത് ശിക്ഷിക്കപ്പെടട്ടെ, ഞാൻ ഒരു അച്ഛന്മാരെ സൈഡല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, താങ്കളുടെ വായിലെ നാവ്, താങ്കളുടെ വാക്കുകൾ ഒരച്ഛന്, ഒരു വികാരിക്ക് പറ്റിയതാണോ എന്ന് താങ്കൾ ചിന്തിക്കുക. താങ്കൾ പൊതുസമൂഹത്തിൽ വേറൊരാൾ, സാധാരണക്കാരായ ഒരാൾ പറഞ്ഞാൽ നമുക്കറിയാം, അത് സഹിക്കാം, നമുക്ക് മനസ്സിലാവും. പക്ഷെ താങ്കളെ പോലെയുള്ള ഒരു പള്ളിയിലച്ഛൻ, അതും താങ്കളുടെ ഭദ്രാസന അധിപൻ മെത്രാപ്പോലിത്തയോട് ഇത്ര മോശമായ ഭാഷകൾ അഹങ്കാരത്തോടുകൂടി സംസാരിക്കുമ്പോൾ സത്യസന്ധമായി പറയാം, താങ്കളെയൊക്കെ അച്ഛനാക്കിയവരെ, ബാക്കി എൻ്റെ സഭ്യത കൊണ്ട് ഞാൻ പറയുന്നില്ല, ഇത്തരം വേട്ടാവളിയന്മാർ ഈ സഭയ്ക്ക് നാണക്കേടാണ്. എത്രയും വേഗം ഇത്തരക്കാരെ സഭയിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഇത്തരം സഭയിലെ ഇത്തരം പുഴുക്കുത്തുകൾ ഈ സഭയെ പൊതുമത്തിൽ നാണം കെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പാവപ്പെട്ട സഭാവിശ്വാസികൾ, സഭയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ, ദൈവിക സന്നിധിയിലേക്ക് ഞായറാഴ്ചയും മറ്റ് പ്രാർത്ഥനാ സമയത്തും പള്ളിയിലും വന്ന് കുർബാനയും അർപ്പിച്ച് കുംഭസാരവും പറഞ്ഞ് അവർക്ക് മാതൃകയാകേണ്ട നിങ്ങളെപ്പോലെയുള്ളവർ കാണിക്കുന്ന ഇത്തരം പ്രവൃത്തിയുണ്ടല്ലോ, ഇതൊരിക്കലും ക്രിസ്ത്യാനിറ്റി അല്ല. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ പ്രാർത്ഥനാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ജീസസ് ക്രൈസ്റ്റ് ഒരിക്കലും ഒരു സ്ഥലത്തും, സമാധാനപ്രിയരായ ജീസസ് ക്രൈസ്റ്റ് പ്രതികരിച്ചത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അത് യെരുശലേം ദേവാലയത്തിലാണ്. അവിടെ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ. അപ്പോൾ ഇത്തരം കള്ളന്മാരെ അടിച്ചു പുറത്താക്കേണ്ട സമയം എന്നേ അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഈ അച്ഛന്മാർക്കൊക്കെ, ഇത്തരത്തിൽ ഈ വൃത്തികെട്ട ഭാഷ സംസാരിക്കുന്ന അച്ഛന്മാർക്ക് നമുക്ക് മെത്രാപ്പോലിത്തയാക്കാം, എന്നിട്ടൊരു പേര് കൊടുക്കാം, ബിഷപ്പ് മാത്യൂസ് മാർ യൂസ്ലെസ്, മാർ അൺകോൺഷ്യസ്, മാർ അപ്രൈ ഇപ്രൈ എന്നൊക്കെ പറഞ്ഞ് ഇവരെ നമുക്ക് വാഴ്ത്താം. ക്രിസ്ത്യാനിറ്റി ഓർത്തല്ല നമ്മൾ നാണം കിടേണ്ടത്, ജീസസ് ക്രൈസ്റ്റിനെ ഓർത്തല്ല നാണം കിടുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് കേരള പൊതുസമൂഹത്തിൽ താങ്കളെ പോലെയുള്ള അച്ഛന്മാരുണ്ടാക്കിയ മാനക്കേടുണ്ടല്ലോ, ഇനിയുമുണ്ട് ഇത്തരത്തിലുള്ള അച്ഛന്മാർ. ഇതൊരിക്കലും വെച്ചു പഠിപ്പിക്കാനാവില്ല. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് ഇത്തരത്തിലുള്ള ആൾക്കാരെ സഭയിൽ നിന്നും മാറ്റി നിർത്തി ഈ സഭയെ ആത്മീയമായ ശുദ്ധീകരണം നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് നല്ല നമസ്കാരം. മറ്റൊരു വിഷയവുമായി കാണും വരെ നന്മയുണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.